ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആന്ധ്രാപ്രദേശിലെ കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. BJP അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രിയദർശിനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനെന്നും മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി K മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾ തല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. തവനൂരിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിന്റെ അനുബന്ധമായുള്ള 100-ലധികം ഏക്കർ വരുന്ന സ്ഥലം പ്രയോജനപ്പെടുത്തി കൂടുതൽ കോഴ്സുകളുമായി ഒരു കാർഷിക കോളേജ് സർക്കാർ സ്ഥാപിക്കുന്നതിനായി ബന്ധപ്പെട്ട നടപടികൾ ആലോചിക്കുമെന്ന് കൃഷിമന്ത്രി T സിദ്ദിഖ്. VS ജോയ് MLAയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി മന്ത്രി K മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റീൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നാളെ രാവിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സർക്കാർ സംഘടിപ്പിക്കുന്നത്. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൗകര്യത്തിനായുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റിലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിൽ നിന്ന് അദ്ദേഹം ചുമതലയേറ്റു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി K മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.